നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ മോനി എബ്രാഹിം കുര്യാക്കോസ്. ഞാൻ കർക്കിനോസ് ഹെൽത്ത് കെയറിലെ ഒരു ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ സർജനാണ്. ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു അസുഖം വായിലെ ക്യാൻസറിനെ പറ്റിയാണ്. അതിനകത്താണ് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. വായിലെ ക്യാൻസറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു നല്ല ക്യാൻസറാണ്. നല്ല ക്യാൻസർ പറയാൻ കാരണം എന്നുള്ളത് ഇത് ആദ്യം തന്നെ ഇതിൻ്റെ എന്തുകൊണ്ടാണ് വായിലെ ക്യാൻസർ വന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പിന്നെ മാത്രമല്ല അത് എങ്ങനെയാണത് ഉണ്ടാകുന്നത്, അതിൻ്റെ നാച്ചുറൽ ഹിസ്റ്ററി എന്നുള്ളത് എങ്ങനെയാണത് തുടക്കം എങ്ങനെയാണത് വലുതാകുന്നത് എന്നുള്ളതും കറക്റ്റായിട്ട് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തന്നെ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും. ഈ രണ്ട് ആശയത്തെപ്പറ്റി എനിക്ക് ആദ്യമായിട്ട് പറയണം. അത് കഴിഞ്ഞിട്ട് ക്യാൻസറിനെ പറ്റി എങ്ങനെയാണ് അതിനെ ചികിത്സിക്കുക എന്നുള്ളതും ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ വായിലെ ക്യാൻസർ ഏതാണ്ട് 80 മുതൽ 90% വരെ ആൾക്കാർക്കും അത് പുകയില, സ്മോക്കിംഗ് അല്ലെങ്കിൽ ചൂയിങ് കൊണ്ടുണ്ടാകും. പിന്നെയാണെങ്കിൽ ആൽക്കഹോൾ. ഈ 3 കാരണം കൊണ്ടാണ് വായിലെ ക്യാൻസർ മിക്കവാറും ആൾക്കാർക്കുണ്ടാകുന്നത്. പിന്നെ ഒരു ആശയം എന്നുള്ളത് ഒരു HPV എന്നുള്ള ഒരു വൈറസ് കൊണ്ട് ഉണ്ടാകാമെന്നുണ്ട്. അത് സാധാരണ വായിലുണ്ടാകില്ല, തൊണ്ടയിലുള്ള ക്യാൻസറിനാണ് HPV വൈറസ് കൊണ്ടുണ്ടാകുന്നത്. ഈ കാരണം കൊണ്ട് തന്നെ ഈ ഹാബിറ്റ് നമുക്ക് നിർത്താൻ പറ്റുമെങ്കിൽ സ്മോക്കിംഗ് അവോയ്ഡ് ചെയ്യുക, ആൽക്കഹോൾ അവോയ്ഡ് ചെയ്യുക, അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് കുറയാനായിട്ടുള്ള നല്ല സാധ്യതകളുണ്ട്.